ശ്രീ ഷാജി രാഘവൻ 2047 ഓടുകൂടി ഒരു ഡെവലപ്ഡ് നേഷൻ്റെ ഒരു വികസിത രാജ്യത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും കൈക്കൊള്ളാൻ ഇന്ത്യക്ക് കഴിയും എന്ന പ്രതീക്ഷയാണ് നാരീശക്തി, അതായത് സ്ത്രീ ശക്തി ഉയർത്തുക, ഒപ്പം അതുപോലെ തന്നെ ഇടനിലക്കാർക്ക് കൂടുതൽ സഹായകമാകുന്ന ഇടപാടുകൾ നടത്തുക. ഇതൊക്കെയാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന കാര്യം. കാരണം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ സാമ്പത്തിക സർവേ റിപ്പോർട്ടുമൊക്കെ സൂചിപ്പിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പ്രായോഗികവൽക്കരണം വലിയ പ്രതിസന്ധിയിലാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് അനുകൂലമായ ഭാവങ്ങളുടെ തിരിച്ചടിയാണ് ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് ഇടതുപക്ഷം അടക്കം നിരീക്ഷിക്കുന്നത്, കോൺഗ്രസും അതെ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഒരു വലിയ വെല്ലുവിളിയല്ലേ? നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് ബഹുമാന്യായ നിർമ്മലാ സീതാരാമനെ ഒരു മണിക്കൂറിനുള്ളിൽ അത് അവതരിപ്പിക്കുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടന്ന ഒരു സർവേ റിപ്പോർട്ടിൻ്റെ സബ്മിഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടായി. ഇതിലൊക്കെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2047 സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷം രാജ്യം സമ്പൂർണ്ണ വികസനം അത് ലക്ഷ്യം വെച്ചിട്ടുള്ള, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പദ്ധതികളും പരിപാടികളുമാവും ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ഈ ബഡ്ജറ്റിൽ മാത്രമല്ല, കഴിഞ്ഞ ബഡ്ജറ്റിലും ഇത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് സാധിക്കുന്ന സാഹചര്യം ഈ ബഡ്ജറ്റിൽ ഇതിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ അത് വാക്കുകൾ മാത്രം പോരാ, പ്രധാനമായും നമുക്ക് കേരളത്തെ പറ്റിയിട്ട് 2047 അടുത്ത സാമ്പത്തിക വർഷത്തിലുമൊക്കെ മെച്ചപ്പെടുന്ന സാഹചര്യം ഇന്നിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിരീക്ഷിക്കാനാകുന്നത് എന്നുള്ളതാണ്. അതാണ് പ്രധാന ചോദ്യമായി നിങ്ങളുടെ എതിരാളികൾ ചോദിക്കുന്നത്. അല്ല, അത് ഞാൻ സൂചിപ്പിക്കുക, അത് ഞാൻ പറയാം. ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് രാജ്യത്തിൻ്റെ ലോകത്തെ തന്നെ ഏതാണ്ട് 10 വർഷം മുമ്പ് ലോകരാജ്യങ്ങളിടയിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം ഏതാണ്ട് 10ാമതായിരുന്നു, 12ാമതായിരുന്നു. അതിന്ന് നമ്മൾ 5-ലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ ഭാരതം ഏറ്റവും ശക്തമായ സമ്പദ്വ്യവസ്ഥയുള്ള ഒരു രാജ്യമായിട്ട് മാറി എന്നുള്ളത് തന്നെ. ശ്രീ ഷാജി രാഘവൻ, രൂപയുടെ വിനിമയ മൂല്യം ഇടിയുന്നു. എങ്ങനെയാണ് ഈ 5ാം സ്ഥാനം എന്ന് പറയുന്നത്? സാർ, ഞാൻ ഈ പറഞ്ഞത് ഷാജി രാഘവൻ ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ലോക സാമ്പത്തിക സംഘടനകൾ ഉൾപ്പെടെ, നമ്മുടെ രാജ്യത്തുള്ള സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്സ്ഥിതി ലോകരാജ്യങ്ങളിടയിൽ 5ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും അടുത്ത സമീപ ഭാവിയിൽ തന്നെ അത് അതൊന്നും ആധികാരികമല്ല. അതെ, ഷാജി രാഘവൻ മാത്രമല്ല, BJP-ക്കാർ പൊതുവിൽ പറയുന്നതാണ്. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, രാജ്യം നന്നാവുന്നത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്, കേരളത്തിനെയും ഒപ്പം നന്നാക്കുന്നതിൽ ഇടപെടൽ വേണം, അത്രയേ ഉള്ളൂ. നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് കക്ഷി രാഷ്ട്രീയം ആ അർത്ഥത്തിലില്ല. കാരണം വളരുന്നെങ്കിൽ വളരട്ടെ, അത് നല്ലത് തന്നെയാണ്. എന്റെ ഷാജി രാഘവൻ ഓതന്റിക്കായി പറയുന്നത് 2023-24 അല്ല, 2023-24 8.2 ആയിരുന്നു, അത് 1.8 കുറഞ്ഞു, ഇപ്പോൾ 6.2. ഇത് സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആധികാരികമായ ഒന്നാണ് ഇന്നലെ അവതരിപ്പിച്ചത്. താങ്കൾ അത് കണ്ടു, താങ്കൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അത്തരം വിവരങ്ങളാണ് രൂപയുടെ മൂല്യം ഡോളറുമായി ബന്ധപ്പെട്ട് ഇടിയുന്നത്. അത്തരം കാര്യങ്ങളാണ്, അല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിക്കുന്നതൊന്നും നമുക്ക് ആധികാരികമായി എടുക്കാനാവില്ല. സാർ, പാർലമെന്റിൽ വെച്ച പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും സംസാരിക്കുന്നത്. താങ്കളാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ലോകത്തെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഭാഗം തന്നെ ഞാൻ പറയാം. ഞാനതിനെപ്പറ്റി പറയാം സാർ. താങ്കൾ ഇത്തിരി സമയം തരും, ഇടപെടാതെ പറഞ്ഞെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തേനേക്കാൾ ഈ വർഷം, ഈ നടപ്പ് സാമ്പത്തിക വർഷം വളർച്ചാ നിരക്ക് കുറവാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്, യാഥാർത്ഥ്യമാണ്.
അതിൻ്റെ കാരണം വളരെ കൃത്യമായിട്ട് ഇന്നലെ RBIയുടെ ഗവർണർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു തെരഞ്ഞെടുപ്പിൻ്റേതായ കാലഘട്ടമായിരുന്നു. 2, പശ്ചിമേഷ്യയിലും ഗാസയിലുമുള്ള വലിയ തോതിലുള്ള സംഘർഷമുണ്ട്. അതേപോലെ തന്നെ ക്രൂഡ് ഓയിലിനുണ്ടായിട്ടുള്ള വില വർധനവ്. പക്ഷെ അതേസമയം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പോലും ഭാരതത്തിന് ഈ നടപ്പ് സാമ്പത്തിക വർഷം പോലും സാമ്പത്തിക വളർച്ചയെ പിടിച്ചു നിർത്തുവാനും ഏറ്റവും നല്ല രീതിയിൽ ശക്തമായ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യമായിട്ട് ഇന്ത്യയെ നിലനിർത്താനും സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾക്ക് എങ്ങനെ മറക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ആ ഭാഗം കൂടി താങ്കൾ വായിക്കണം. താങ്കൾ പറയാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ഇന്നലെ കാര്യങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട്. 2047 സമ്പൂർണ്ണ വികസനം എന്ന് രാജ്യം ആഗ്രഹിക്കുമ്പോൾ വളർച്ച ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന 6.8 വരെയാണ്. 6.3 മുതൽ 6.8 വരെയുള്ള വളർച്ച പോരാ. ഉണ്ടാവണം. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ബഡ്ജറ്റ് ശ്രദ്ധ തിരിക്കുമെന്നുള്ള ഇന്നലെ ആഗോള അവസ്ഥയുടെ പ്രതിസന്ധിയും പ്രതിഫലനവും ഇവിടെ ഉണ്ടായില്ല എന്ന് സാധനങ്ങൾ വാങ്ങി ജീവിക്കുന്ന, പെട്രോൾ അടിക്കുന്ന സാധാരണക്കാരൻ പറയില്ല. കാരണം ഇൻഫ്ലേഷൻ നിരക്ക്, നിങ്ങൾ നാണ്യപ്പെരുപ്പം കുറഞ്ഞു എന്നൊക്കെ കണക്കുകൾ പറയുന്നു. പക്ഷേ നാണ്യപ്പെരുപ്പം കുറഞ്ഞുവെങ്കിൽ അത് വിലക്കയറ്റം കുറയണം. പക്ഷേ വിലക്കയറ്റം കുറഞ്ഞിട്ടുണ്ടോ രാജ്യത്ത്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, മറ്റ് അവശ്യ വസ്തുക്കളുടെ കാര്യത്തിൽ വിലക്കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കാതലായൊരു വിഷയമായിരുന്നത്. ഞാൻ ഷാജി രാഘവനിലേക്ക് എത്താം. ഷാജി രാഘവൻ അത് കൃത്യമായി മോദി സർക്കാരിൻ്റെ വെർഷൻ പ്രസൻറ്റ് ചെയ്തു.